Hello everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ഗോതമ്പ് പുട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ പുട്ടിന് മാവ് നനയ്ക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാകുമെന്ന് കരുതുന്നു. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് വരത്തക്ക രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് മാവൊന്ന് നനച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒരുപാട് വെള്ളം ആദ്യമേ എടുത്തൊഴിക്കരുത്. വളരെ കുറച്ച് വീതം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് വേണം ഈ മാവ് നനച്ചെടുക്കേണ്ടത്. ഞാൻ സാധാരണയായിട്ട് വീട്ടിൽ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുമ്പോൾ മിക്സിയിലൊന്നും ഇത് പൊടിച്ചെടുക്കാറില്ല. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആദ്യമായിട്ട് പുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ മാവ് നനച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 1 കപ്പ് ഗോതമ്പ് പൊടി നനച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വന്നേക്കാം. ഇതിപ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം നനച്ചെടുത്തിട്ടുണ്ട്. ചെറുപയർ കറിയും കടലക്കറിയും ഒക്കെയാണ് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലത്. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും പഴവും പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരണം. ഇതാണ് പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കുന്നതിൻ്റെ പാകം. ഇനിയിപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് എങ്ങനെയാണ് മിക്സിയിലൊന്നും ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞു തരാം. ഈ നനച്ച് വെച്ചിരുന്ന മാവ് 2 തവണയായിട്ട് മിക്സിയുടെ മീഡിയം ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൾസ് ബട്ടണിൽ 1-2 തവണ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ രീതിയിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ കിട്ടും. ഇതുപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. ഇവിടെ മാവിൽ കറക്റ്റായിട്ടുള്ള വെള്ളം ചേർത്തതുകൊണ്ട് ഗോതമ്പ് പൊടി ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ നനച്ചെടുത്ത ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുട്ടുകുറ്റിയിൽ ഇടവിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഗോതമ്പ് പൊടി ചേർക്കാം. ഇതേ ക്രമത്തിൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ച് നല്ല കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങയും 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അത് കഴിഞ്ഞ് വീണ്ടും തേങ്ങ ഇതേ ക്രമത്തിലാണ് ഇത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ സ്റ്റീം വന്നതിന് ശേഷമാണ് ഈ പുട്ടുകുറ്റി അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്കിതൊന്ന് കുക്കറിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിതിവിടെ 6 മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പുട്ടിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്